നമസ്കാരം, ഞാൻ നിത്യ. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ കഴിഞ്ഞ കുറച്ച് വിഷയങ്ങൾ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടെന്ന് തോന്നുന്നു. അപ്പം നല്ലൊരു ടോപ്പിക്കായിരുന്നു, ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കായിരുന്നു. അപ്പം തുടരും എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. നമുക്ക് ആശ്രൽ തങ്കച്ചൻ സാറിനെ സ്വാഗതം ചെയ്യാം. സർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ലാസ്റ്റ് ടോപ്പിക്ക് നല്ലൊരു ടോപ്പിക്കാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല, മറ്റെവിടെയും നമ്മൾ ചർച്ച ചെയ്തതായിട്ട് കേട്ടിട്ടുമില്ല. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. കൂടുതൽ അതിനെ പറ്റിയിട്ട് സാർ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അതെ, ആ ഒരു സ്വഭാവ വൈകല്യങ്ങൾ, ട്രാൻസ്ജെൻഡർ പോലുള്ളത്, ഈ വാസ്തുവിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. വാസ്തുവിലല്ലാതെ മറ്റെന്തിലും ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് വാസ്തുവാണ്. ഇത് രഹസ്യമായി. പക്ഷെ തിരിച്ചറിവോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബലിഷ്ഠമായ ഒരു ജീവിതം നമുക്ക് മുന്നോട്ടിലുണ്ടാവും. ഒരു മനുഷ്യനും തൻ്റെ വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും അഹങ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എവിടെയൊക്കെയോ വാസ്തു മറക്കുന്നു. അതിലൂടെയാണ് തിരിച്ചും ഒരു പതനത്തിലോട്ട് വരുന്നത്. ഒരു പതനത്തിൻ്റെ മൂല കാരണം ഒരു വാസ്തു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വാസ്തുവിനെ ചൂണ്ടിക്കാണിക്കാം. അടുത്ത കാലത്തൊരു ക്ലയൻറ്റ് വന്ന് പുള്ളി UAE-യിലായിരുന്നു. ഒരു വലിയൊരു കച്ചവടക്കാരനാണ് പുള്ളി. അപ്പം സമ്പത്തിൻ്റെ മികവിൽ അദ്ദേഹത്തിന് വീട്ടിനുള്ളിലൊരു സ്വിമ്മിംഗ് പൂൾ വേണമെന്ന് ആഗ്രഹിക്കുകയും ഒരു പ്രശസ്ത നാടാകെ അറിയുന്ന ഒരു വാസ്തു ശാസ്ത്രജ്ഞൻ, അങ്ങനെയൊക്കെയല്ലേ അവർ പറയുന്നത്, നമ്മൾ ടെക്നീഷ്യൻ എന്നല്ലേ പറയുള്ളൂ, അവർ കൊണ്ടുപോയി. അപ്പം ബെഡ്റൂമിൻ്റെ പരിസരത്തായിട്ട്, ബെഡ്റൂം കന്നിമൂലയിലായിരുന്നു. അപ്പോൾ ബെഡ്റൂമിൻ്റെ പരിസരത്തായിട്ട് ഉള്ളിൽ നിന്നൊരു ഡോറും ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സ്ഥാനവും കണ്ടു. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സ്ഥാനം കണ്ട് ആ കന്നി ഭാഗത്തുള്ള ബെഡ്റൂമിൻ്റെ പിന്നിലായിട്ട് അത് കുഴിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് ദുബൈയിലിരിക്കുന്നത് DNA വാസ്തുവാണ്. ദുബൈയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കച്ചവടം മെല്ലെ 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 പാളുകയും ഇന്ന് ഞാൻ ആ വീട് പോയി കാണുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കുഴിച്ച കുഴിയും ആ ടൈലും സംവിധാനങ്ങളും മാത്രമേ ഉള്ളൂ. ഇതുവരെ അതിനകത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് നീന്തുവാനുള്ള സംവിധാനം അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ കന്നിമൂല കുഴിഞ്ഞു. അതാണ് ഫോൾട്ട്. മറ്റേ സ്വിമ്മിംഗ് പൂളിനോട് വാസ്തുവിന് എതിർപ്പൊന്നുമില്ല, കന്നിമൂല കുഴിഞ്ഞു. അതേപോലെ ഇപ്പൊ ചോദിച്ച ഈ സ്വഭാവ വൈകല്യങ്ങളെല്ലാം വാസ്തുവിലൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാം. ഒരു വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു, വീട്ടിൽ ആൺവീട്, പെൺവീട്, അലിവീട്. ഒരു വീട് കാണുമ്പോൾ തന്നെ ഇത് ആൺവീടാണോ പെൺവീടാണോ എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ പല വ്ളോഗുകളിൽ നമ്മൾ പറഞ്ഞു വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ആൾക്കാർ ഈ വ്ളോഗ് കാണുമ്പോൾ പല ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വ്ളോഗ് മാത്രം കണ്ടിട്ടാണ് അവർ. പക്ഷേ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു യാത്ര പോലെ വരികയാണ്. എല്ലാ വ്ളോഗും കണ്ടുവരും, അവർക്കെല്ലാം ഈസി ആയിട്ടൊന്ന് മനസ്സിലാവും. സോ ഇടയ്ക്ക് നിന്നൊക്കെ വ്ളോഗ് കാണുമ്പോൾ ഇത്തരം സംശയങ്ങൾ നമ്മളെല്ലാം വളരെ ആധികാരികമായിട്ട് തുടക്കം തൊട്ടേ പറഞ്ഞു വരികയാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, ഏതൊരു വീടിനാണോ സൂര്യൻ കൃത്യമാർന്ന ദിക്കിലൂടെ, കൃത്യമാർന്ന ദിശയിലൂടെ, കൃത്യമാർന്ന ഡിഗ്രിയിലൂടെ വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നില്ലയോ ആ വീട്ടിൽ സ്വഭാവ വൈകല്യങ്ങൾ 100% ഉണ്ടാവും. ഒരുപക്ഷെ അത് വിദ്യാഭ്യാസവും സംസ്കാരത്തിലൂടെ ചിലപ്പോൾ മറഞ്ഞിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു, നമ്മൾ പറയത്തില്ലേ, ഒരു ദുർബല നിമിഷത്തിൽ അതവർ വെളിപ്പെടുത്തും. അവർക്കുള്ളിലിരിക്കുന്നതാണത്. ഇത് നിർണ്ണയിക്കുന്നത് വാസ്തുവാണ്, വീടാണ്. ഒരു മനുഷ്യൻ്റെ ചിന്തകളെ, ആ ചിന്തകളുടെ വിശാലതകളെ നിയന്ത്രിക്കുന്നത് ആ വീടിൻ്റെ വാസ്തുവാണ്. അപ്പോൾ വാസ്തു എന്ന് വെച്ചാൽ സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള കിരണങ്ങൾ, അതിൻ്റെ തോത്, ഇതെല്ലാമാണ് വാസ്തുവിൻ്റെ ബലാബലങ്ങൾ നിർണ്ണയിക്കുന്നത്. ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ഇപ്പം വളരെ വളരെ വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും സ്ത്രീകളിൽ അത് വെളിപ്പെടുന്നുണ്ടെങ്കിലും കൂടുതലത് വിസിബിൾ ആവുന്നില്ല. ഒന്ന് സമൂഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ട്, അവർ സ്വയം അത് മറച്ചു വെച്ചുകൊണ്ട് എന്നാൽ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് പുരുഷന്മാരിൽ വളരെ കൃത്യമായിരുന്നത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം. കാരണം അവർക്ക് ഭയമില്ല, അവർ പുറത്ത് വരികയാണ്. കാരണം അതിനുള്ള അവകാശ പോരാട്ടങ്ങളും പിന്നെ അതിനുള്ള സാധ്യതകളും പ്രകൃതി ഇപ്പം നമ്മുടെ നാടുകളിൽ ഒരുങ്ങുന്നുണ്ട്. വിദേശ രാജ്യങ്ങളായിരുന്നാലും എല്ലാം ഇവിടെ അത് അനുകരിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും പുരുഷന്മാർ ആയി ജീവിക്കുന്നവർ അവർക്കുള്ളിലെ സ്ത്രീ വെളിപ്പെടുത്തുന്നത് വളരെ പരസ്യമായിട്ടാണ്. ഇതിന് വാസ്തു വലിയൊരു കാരണം പേരുന്നൊന്നും കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു. കാരണം ആ കുട്ടിയുടെ അച്ഛൻ, അമ്മ, അവർ ഒരു താമസിക്കുന്ന ബെഡ്റൂം, ആ ബെഡ്റൂമിൻ്റെ പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന ഫോൾട്ടുകളിലൂടെയാണ് ഇത് ജനനത്തിലേ ഇത് ക്ലിപ്പാവുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഡെവലപ്പ് ആവുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ്. ഏതൊരു വീട്ടിലാണോ കിഴക്ക് പൂർണ്ണമായും അടയുന്നു എങ്കിൽ ആ വീട്, പ്രത്യേകിച്ച് ആ വീട്ടിൽ ജനിക്കുന്ന രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിലും ആ വീട്ടിൻ്റെ കിഴക്ക് പൂർണ്ണമായി അടയുന്നു എന്നുണ്ടെങ്കിലും
ഈ കുട്ടിക്കുള്ളിൽ ഒരു സ്ത്രീത്വം പ്രവേശിക്കും. തീർച്ചയായും. അതായത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരു വീട്, ആ വീട്ടിൻ്റെ രണ്ടാമത്തെ കുട്ടി, ആ കുട്ടി ഒരു ആൺകുട്ടിയാണ്, ആ വീട്ടിനകത്ത് പൂർണ്ണമായും കിഴക്ക് അടഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് 100% ഉള്ളിൽ ഒരു സ്ത്രീത്വം നുഴഞ്ഞു കയറും. സ്ത്രീത്വത്തിലോട്ടൊരു ഇഷ്ടം. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരാണ് ഒരു സ്ത്രീയെ നോക്കുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുന്നത് അവളുടെ ശരീരഭംഗി, ഓഫ്കോഴ്സ് അവളുടെ ഒരു മേക്കപ്പോ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലോ, ലിപ്പ്, കണ്ണ്, പുരികം, കൈ, ഹാൽ, ഹൈറ്റ്, ഇതെല്ലാം ശ്രമിക്കും. പക്ഷേ ഇത്തരം ആൾക്കാർ ആ സ്ത്രീയെ നോക്കുന്നത് എങ്ങനെയെന്നറിയോ? ഹായ് നല്ല പൊട്ട്, ഇത് എവിടെ നിന്നായിരിക്കും ഇവിടെ മേടിച്ചേ? ഹായ് നല്ല സാരി, ഇത് എവിടെ നിന്നായിരിക്കും പുരുഷനാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇത് രഹസ്യമായിട്ടിരിക്കുകയാണ്. അച്ഛനോടും അമ്മയോടും ഇവർക്ക് പറയാൻ പേടിയാണ് ഈ കുട്ടികൾക്ക്. ഇപ്പൊ സംഭവിക്കുന്നത് പുറത്തവരോട്ട് വരുമ്പോൾ അവർക്ക് ഒരുപാട് ധൈര്യം ഇത്തരം ആൾക്കാർ കൊടുക്കുന്നുണ്ട്. സമാന്തരമായ ആൾക്കാർ അവർ പരിചയപ്പെടുമ്പോൾ അവർക്ക് അവരിൽ നിന്നാണ് ധൈര്യം കിട്ടുന്നത്. എന്നാലും അച്ഛൻ, അമ്മ എന്നുള്ള രീതിയിൽ പല അമ്മമാർക്കും ഇത് നേരത്തെ തിരിച്ചറിയാം, പക്ഷെ അവരും അത് പുറത്തു പറയാൻ ഭയക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനില്ലാത്ത ഒരു വീട്ടിൽ നിന്നും സംഭവിക്കുന്നതാണ്. മനസ്സിലായി? ഇതിനൊരു പ്രത്യേക കണക്കുകളുണ്ട്. പക്ഷെ ഇത് തീർച്ചയായിട്ടും മാറും. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, സമൂഹത്തിനെ കുറിച്ച് കൂടുതൽ തിരിച്ചറിവുകൾ, പിന്നെയാണെങ്കിലോ ആ സാഹചര്യത്തിൽ നിന്ന് ആ കുട്ടി മറ്റൊരു സാഹചര്യത്തിൽ പോകുമ്പോൾ അവിടെ ഒരു കുറഞ്ഞതൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമെങ്കിലും നിൽക്കാൻ സംവിധാനമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചിന്തകൾ മെല്ലെ മെല്ലെ മാറും. കൂടുതലും സൂര്യനില്ലാത്ത, കിഴക്കില്ലാത്ത വീടുകളിൽ ഇങ്ങനൊരു അപകടം പതിയിരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് സ്ത്രീക്കും. ഒരു വടക്ക് പൂർണ്ണമായി അടയുകയും അല്ലെങ്കിൽ നമ്മുടെ ഈ ബെഡ്റൂമിൽ ഇത്തരം ഫോൾട്ടുകൾ ഉണ്ടായിരിക്കുകയും അവിടെ ആഗ്നേയ നീചത്തിലാണ് ബെഡ്റൂമിൻ്റെ വാതിൽ വരികയാണെങ്കിലും ഇതിങ്ങനെ സ്ത്രീക്ക് ഉപമിക്കാം ഈ കഥകൾ. കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞത്, അതായത് കന്യമൂലയിലാണ് ബെഡ്റൂം, പക്ഷേ ആ കന്യമൂലയുടെ വാതിൽ ആഗ്നേയ നീചത്തിലാണ്. അവിടെ ഈ നോർത്ത് ഈസ്റ്റിൽ ഒരു ടോയ്ലറ്റ് വരാൻ സാധ്യതയുണ്ട്. ആഗ്നേയ നീചത്തിൽ പ്രവേശനമെങ്കിൽ കന്നി ചേർത്ത് ബെഡിടുമ്പം അറ്റാച്ച് ടോയ്ലറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ റൂമിൻ്റെ ഈശാന്യത്തിൽ വരാനേ സാധ്യതയുള്ളൂ. അവിടെ ഓൾറെഡി വടക്ക് മറഞ്ഞു കഴിഞ്ഞു എന്നേക്കുമായി. ആ കുട്ടിക്ക് ഒരു പൗരുഷം കൂടുതൽ ഇഷ്ടപ്പെടും. സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പൗരുഷത്തെ തന്നെയാണ്. പക്ഷെ ഇത് മറ്റൊരു ആകർഷണമാണ്. എനിക്കും ഒരു പുരുഷനെ പോലെ ആകണം, എനിക്കും സമൂഹത്തിൽ ധൈര്യമായി നടക്കണം. ഇതേപോലെ തന്നെയാണ് ഈ സ്ത്രീ ഒരു പുരുഷനെ കാണുമ്പോൾ ആ സ്ത്രീയുടെ മനോഭാവം അല്ലായിരിക്കും ഹായ് നല്ല ഉയരം, നല്ല പാൻറ്, നല്ല ഷർട്ട്, നല്ല ഇങ്ങനെ ഒരു ചിന്തകളായിരിക്കും. അവർ സൗന്ദര്യം എല്ലായിരിക്കും ആസ്വദിക്കുന്നത്, അവരുടെ ഗാംഭീര്യമായിരിക്കും ആസ്വദിക്കുന്നത്. ഇതൊരു ലഹരിയായി മാറുമ്പോഴാണ് ഇവർ സ്വയം ഞാനൊരു പുരുഷനാണ്, എനിക്കൊരു പുരുഷനായി ജീവിച്ചാൽ മതി. സാഹചര്യം കൂടുതൽ ബോയ് ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ ഈ ഇരുഗ്രഹ ചേർച്ച ന്യൂമറോളജിയിലൂടെ ഞാൻ എപ്പോഴും ഇരുഗ്രഹ ചേർച്ച എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. ന്യൂമറോളജി ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ വലിയ പ്രശസ്തമായ ജ്യോതിഷന്മാർ കുറിച്ചു കൊടുത്ത ജാതകങ്ങൾ പോലും അല്ലെങ്കിൽ മുഹൂർത്തങ്ങൾ പോലും ഇന്ന് കോടതി വളപ്പുകളിലുണ്ട് ഡിവോഴ്സിന് വേണ്ടി. പക്ഷേ ന്യൂമറോളജി പ്രകാരം നിങ്ങൾ 2 ദമ്പതികളെ തിരഞ്ഞെടുക്കുമ്പോഴോ, ന്യൂമറോളജി പ്രകാരം നിങ്ങൾ ഒരു കല്യാണ ദിവസം തിരഞ്ഞെടുക്കുമ്പോഴോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു അബദ്ധം പറ്റില്ല, അത് ഗ്യാരണ്ടിയാണ്. തമിഴ്നാട്ടിൽ കുറച്ച് പഴയ മുറകളിൽ തന്നെ ശാന്തി മുഹൂർത്തം എന്നൊരു സംവിധാനമുണ്ട്. അതായത് ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതരാകുന്നു, അന്നേ ദിവസം തന്നെയാണ് അവർ ഇണ ചേരുന്നില്ല, അതിന് മറ്റൊരു ദിവസം ശാന്തി മുഹൂർത്തം. സോ ഇതെല്ലാം ഡേ സപ്പോർട്ട്സ് വിഷയങ്ങളിൽ വരുന്നതാണ്. സോ അത് ന്യൂമറോളജി സെക്ഷനാണ്. നമുക്ക് ന്യൂമറോളജി പൊതുവേ ഞാനിപ്പോൾ സ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ, ഞാൻ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഇരുഗ്രഹ ചേർച്ച ന്യൂമറോളജി സബ്ജക്റ്റും നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരണം. ഇരുഗ്രഹ ചേർച്ച, അപ്പോൾ ഒരു സെയിം സെക്സ് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ ഗേ സംവിധാനങ്ങൾക്കെല്ലാം. അതിൽ ഇപ്പം 2-ാം തീയതി 7 ഈ 2 ദിവസങ്ങളാണ്. 2-ാം തീയതി വെച്ചാൽ 2-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി അല്ലെങ്കിൽ 29-ാം തീയതി, ഇവരെല്ലാം ഗ്രഹച്ചേർച്ചയിൽ 2-നെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് 7. അപ്പോൾ 7-ാം തീയതിയോ 16-ാം തീയതിയോ 25-ാം തീയതികളോ ഇതെല്ലാം ഗ്രഹച്ചേർച്ചയിൽ 7-നെ സൂചിപ്പിക്കുന്നു, കേതു. പക്ഷേ സ്വാഭാവികമായും ഈ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം പേരുന്ന 2 പേര് 2-7 ആണെന്നുള്ളത്. കാരണം ചന്ദ്രൻ എപ്പോഴും മനോകാരകനാണ്. ചിന്തകൾക്ക് വലിയൊരു സ്ഥാനം ചന്ദ്രനുണ്ട്. മനോകാരകത്വം, മനോകാരകൻ ചന്ദ്രൻ. അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ള 2 സുഹൃത്തുക്കൾ 2-7 ഇരുഗ്രഹ ചേർച്ചയിൽ 2-7 വന്ന് സാധിക്കുന്നു. അവർ ഒരു 1-2 വർഷം അവർക്ക് ഒരുമിച്ച് ജീവിക്കാനും, ഹോസ്റ്റലിലായിരുന്നാലും അല്ലെങ്കിൽ കോളേജിലായിരുന്നാലും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും ഈ ഇരുഗ്രഹ ചേർച്ചയിൽ ഇവർ 2 പേരും ആൾറെഡി വീട്ടിൽ ഈ ചാബല്യം ഉണ്ട് താനും.
ഗ്രഹചേർച്ചയിൽ ഇങ്ങനെ ഉണ്ട് താനും. അപ്പോൾ അവർക്ക് കൂടുതൽ പരസ്പര സപ്പോർട്ട് കിട്ടുന്നു. അവരൊരു രഹസ്യ സ്വഭാവത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. പിന്നെ ഇവർക്ക് തമ്മിലൊരു ക്രാഷ് വരുന്നു, ഒരു പിണക്കം വരുന്നു. പിന്നെ അവർ പിരിയാൻ സാധ്യത വരുമ്പോൾ അവർ ഇത്തരം ആൾക്കാരാണ് രണ്ടാമത് അന്വേഷിക്കുക. അപ്പോഴത് വെളിപ്പെടുക. ഇതിൻ്റെ ഒരു പഠനത്തിലൂടെയാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാരുമായിട്ട് ഇങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച ഒരു പഠന വിഷയമല്ലേ. അപ്പോൾ കൂടുതൽ അറിയുന്ന ഒരു സംവിധാനമാണ്. പിന്നെ അവർക്ക് കുറച്ചുകൂടി ധൈര്യമാവുന്നു. കാരണം എപ്പോഴും ഒരു മനുഷ്യൻ്റെ കഠിനമായ വിഷമങ്ങളിൽ അവർ താണ്ടി വരുമ്പോൾ അവർക്ക് കൂടുതൽ ധൈര്യത്തിലോട്ട് അവർ പോകുന്നത്. എന്നാൽ പിന്നെ വരട്ടെ പാക്കലാം. ഇതാണ് പിന്നീട് വെളിപ്പെട്ട് വരുന്നത് ട്രാൻസ്ജെൻഡർ. മനസ്സിലായില്ല? അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അത് വാസ്തു എന്നാണ്. അപ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ റൂം ഒരുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ കുട്ടികൾ വിവാഹിതരായതിനു ശേഷം ഒരു വാസ്തു സബ്ജക്റ്റാണ്. ഞാൻ വാസ്തു വിശ്വാസികൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മുടെ ആൾക്കാരെല്ലാം വാസ്തുവിற்கு വേണ്ടി സംസാരിക്കാം. അപ്പോൾ മാതാപിതാക്കൾ അവരുടെ പൊന്നോമനകൾക്ക് വിവാഹശേഷം അവരൊരുക്കുന്ന മുറികൾ അത് വാസ്തു പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ഇത്ര വലിയൊരു ഉദാഹരണമാണ് എടുത്ത് വയ്ക്കുന്നത് ഞാൻ. ഇത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു വ്ളോഗ് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ വ്ളോഗ് കുറച്ച് കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വ്ളോഗിൽ കുറച്ചുകൂടെ പറയാൻ നിർബന്ധിതനാവുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് മറ്റും പഠനങ്ങളും കണ്ടെത്തലുകളും ഈ വ്ളോഗിലോ ഈ ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞു വരാം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നല്ലൊരു ചർച്ചയായിരുന്നു നമ്മുടെ ഇതെന്ന്. നിങ്ങളൊക്കെ ഒരുപാട് ചോദിച്ച വിഷയത്തെപ്പറ്റി നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസുകളുണ്ട് നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം.